വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിരുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഈ ലെവലിൽ മാർക്കറ്റ് പലതവണ വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഇവിടെ നോക്കിയാൽ കാണാം, പലതവണ വന്നിട്ട് റിജക്ഷൻ എടുത്ത ഏരിയ ആണ്. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഇവിടെ നിന്നും റിജക്ഷൻ പലതവണ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ലെവലിനെയും നമ്മൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി ഒരു 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട്. അതൊരു FEG ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 അവറിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിൽ നിന്ന് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ഒരു നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. വലിയ രീതിയിൽ ഒന്ന് മാർക്കറ്റ് ഒന്ന് വീണ ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നത്. ഇപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവല്, അതായത് ഇപ്പോൾ വരയ്ക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറിപ്പോയിട്ട് താഴോട്ടേക്ക് ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഈ ലോയിനെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലോയിനെ എടുത്തിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. ഈ FEG വരെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ FEG എത്തിയിട്ടില്ല. FEG എത്തിനേക്കാൾ മുന്നേ മുകളിലോട്ട് പോയിട്ട് ഒരു കൺസോൾട്ടേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പൊ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു ബ്രേക്ക് നടത്തണം. അപ്പോൾ ഒരു ബ്രേക്ക് നടക്കുകയാണെങ്കിൽ, നല്ലൊരു കൺഫർമേഷനോടുകൂടി ബ്രേക്ക് നടക്കുകയാണെങ്കിൽ, മുകളിലോട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടം വരെ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പ്ലസ് അവിടെ ഒരു FEG കൂടി ഉണ്ട്. അപ്പോൾ അതിന്റെ അടുത്ത് വരെ എന്തായാലും നമുക്കൊരു സാധ്യത കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡലിന്റെ ഇവിടം വരെയെങ്കിലും നമുക്ക് കിട്ടാനുണ്ട്. ഒരുപക്ഷെ വളരെ ചെറിയൊരു ടാർഗറ്റ് ആയിരിക്കും അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ. അപ്പോൾ അതൊന്ന് നോക്കി എടുക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി ഇവിടെ നിന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് ഒരു മൂവ്മെന്റ് കാണിക്കുകയാണ്, നല്ലൊരു കൺഫർമേഷൻ മൂവ്മെന്റ് കാണിക്കുകയാണ്, നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് താഴോട്ടേക്കാണ് കാണിക്കുന്നത്, അതായത് മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്കാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ്. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു FEG ആണ്. അതുവരെ കിട്ടാവുന്നതാണ്. അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, വീണ്ടും താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് 60 to 100 വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് 63 to 100 വരെ വരാനുള്ള അടുത്തൊരു സാധ്യത ഉണ്ട്. ഓവറോൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ലെവലിൽ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഒരു ബ്രേക്ക്ഔട്ട് തരണം. അത് തന്നാൽ മാത്രമേ നല്ലൊരു മൂവ്മെന്റ് കിട്ടുള്ളൂ. പക്ഷെ ഒരു ഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്ത് ട്രേഡുകൾ എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ മൂവ്മെന്റുകളിൽ നമുക്ക് ക്യാപ്ചർ ചെയ്ത് ഇറങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. മാത്രമല്ല, പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ്വുഡുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ്വുഡിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.